ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റായ കുറേ കാര്യങ്ങൾ പറയുന്ന വീഡിയോ ആണ്. ഫീഡിങ്ങിനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഇന്ന് ഒരു സിസ്റ്റർ കുഞ്ഞിൻ്റെ അംഗനവാടിയിൽ വന്നിട്ട് ഞങ്ങൾക്കൊക്കെ ക്ലാസ് എടുത്ത ഒരു വീഡിയോ ആണ്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. അപ്പം അറിയാത്തവർ കുറേ പേരുണ്ട്. 6 മാസം വരെ പാല് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ ജനിച്ച കുട്ടിക്ക്. പിന്നെയാണ് നമ്മൾ വിറകിയത് കൊടുക്കാൻ പാടുള്ളൂ എന്നതിനെയൊക്കെ കുറിച്ചിട്ടുള്ള ക്ലാസ്സാണ്. ഞാൻ അങ്ങനെയായിരുന്നു. 6 മാസം വരെ വെറും പാല് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുമോ. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റായ കാര്യമാണ്. കുഞ്ഞുങ്ങളെ കാര്യം നമുക്ക് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് കാര്യമല്ലേ. അപ്പോൾ അത് മാക്സിമം എല്ലാവരിലേക്കും ഷെയർ സാധാരണ നമ്മൾ എല്ലാത്തിനും എന്താണ് ഒരു ദിവസം ഉണ്ടാവല്ലേ, ഡേ ആയിട്ടാണ് ആയിരിക്കുക. അപ്പൊ എന്താണ് ബ്രസ്റ്റ് ഫീഡിങ്ങിന് അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതാണ് ഒരാഴ്ചയായിട്ട് തന്നെ കൊടുത്തിട്ടുള്ളത്. എല്ലാ വർഷവും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ഒരാഴ്ചയാണ് ബ്രസ്റ്റ് ഫീഡിങ്ങിനെ കുറിച്ചും അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ നമുക്കിപ്പോ പ്രാധാന്യം ഉണ്ടെങ്കിൽ എന്താണ്, ആദ്യമുള്ള ആളുകളൊക്കെ എന്താണ് ഇഷ്ടംപോലെ കൊടുത്തിരുന്നു. അവർക്ക് അടുത്ത കുട്ടീനെ പ്രസവിക്കുന്ന വരെ എന്താണ് 4-5 വയസ്സ് വരെ ആദ്യമുള്ള ആളുകളൊക്കെ പറഞ്ഞൊക്കെ പാല് കുടിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോഴാണ് എന്താണ് ആൾക്കാർക്ക് കുറച്ച് മടിയായി തുടങ്ങിയിട്ടുള്ളത്. ഇപ്പൊ കൂടുതലും എന്താണ് ജോലിക്ക് പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലാതെ തന്നെ പിന്നെ എന്താണ് ബോഡി ഷേപ്പിനൊക്കെ ശ്രദ്ധിക്കുന്ന ആൾക്കാരും ഒരു 6 മാസത്തിലപ്പുറം കൊടുക്കാറുണ്ട്. പക്ഷെ 6 മാസം പോരാന്നാണ് ശരിക്കും. മിനിമം എന്താണ് 2 വയസ്സ് വരെ ഇങ്ങനെ ഒരു കുട്ടിക്ക് ബ്രസ്റ്റ് ഫീഡിങ് കൊടുക്കണമെന്നാണ്. മാക്സിമം നമുക്കൊരു 3 വയസ്സ് വരെ, അല്ലെങ്കിൽ അമ്മയ്ക്ക് അത്രയും ഹെൽത്തിയാണ് ബ്രസ്റ്റ് മിൽക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു 3-3.5 വയസ്സ് വരെയൊക്കെ കുട്ടിക്ക് കൊടുക്കാൻ പറ്റും. കാരണം അത്രയ്ക്കും പോഷകമൂല്യം നമുക്ക് പുറത്തുനിന്ന് വാങ്ങുന്നതല്ലല്ലോ, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ എന്താണ് അത്രയ്ക്കും സ്റ്റൈലായിട്ടുള്ള ഒരു അസുഖങ്ങളും പ്രത്യേകിച്ച് വരാത്ത ഒരു പോഷകമൂല്യമുള്ളൊരു ഔഷധമാണെന്നാണ് പറയുക. അപ്പോൾ ഇപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ആൾക്കാരുടെ എത്തിയപ്പോൾ വിമുഖത കാണിക്കുന്നുണ്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് തീർച്ചയായിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളെ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ആവശ്യമില്ലെങ്കിലും നമ്മുടെ വീട്ടിൽ എന്തായാലും ആരെങ്കിലും പിന്നെയും പ്രസവിക്കും, മക്കൾക്കാണെങ്കിലും കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും. കുറച്ച് പോയിന്റുകൾ മാത്രമേ ചിലപ്പോൾ നമ്മൾ കേൾക്കാത്തുണ്ടാവുള്ളൂ. അപ്പോൾ കുറച്ച് 2-3 നമുക്കിങ്ങനെ ഓരോ ടോപ്പിക്ക് വരുമ്പോൾ എടുത്ത് കൊടുക്കാൻ അല്ലാണ്ട് വേറെ നിവർത്തിയൊന്നുമില്ല. അതുകൊണ്ടാണ് സാധാരണ എന്താണ് ഒരു സ്ത്രീ ഗർഭിണിയാകുമ്പോൾ 2 രീതിയിലാണ് പ്രസവം നടക്കുക. ഒന്നുകിൽ സാധാ പ്രസവമായിരിക്കും, അല്ലെങ്കിൽ എന്താണ് സിസേറിയൻ ആയിരിക്കും. ഇപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിൽ എന്താണ് നമുക്ക് അപ്പോഴത്തെ അതിന് മുന്നുള്ള പെയിൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടിക്ക് പാല് കൊടുക്കാൻ പറ്റും. ഇപ്പൊ സാധാരണ നമ്മൾ എന്താണ് സാധാരണ പ്രസവം കഴിഞ്ഞാൽ ഏകദേശം എത്ര സമയത്തിനുള്ളിലാണ് പാല് കൊടുക്കാൻ പറയാറ്? ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താണ് 1/2 മണിക്കൂറിനുള്ളിൽ നമ്മൾ സാധാരണ പ്രസവം കഴിഞ്ഞാൽ നമുക്ക് പാല് കൊടുക്കാൻ പറ്റും. ചില ഹോസ്പിറ്റലൊക്കെ എന്താ വെച്ചാൽ നമ്മൾ പ്രസവം കഴിഞ്ഞാൽ എന്താണ് കുട്ടീനെ അങ്ങനത്തെ എടുത്തിട്ട് ബ്രസ്റ്റിന്റെ നടുക്കേക്കായിട്ട് കിടത്തി കൊടുക്കുകയാണ് ചെയ്യുക. ഇത് ഒന്നാമത്തെ ആ സ്കിന്നിൽ ആ കോണ്ടാക്ട് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഈ കങ്കാരു മദർക്കായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ടാവും. കങ്കാരു ഇങ്ങനെ കുട്ടിയെ കൊണ്ടുനടക്കുക അതിന്റെ അതിനുള്ളിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെയൊക്കെ മാസം തികയാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾ അങ്ങനത്തെ ട്രീറ്റ്മെന്റ് കൊടുക്കും. നമ്മൾ എത്ര വാങ്ങറിൽ കിടത്തിയാലും എന്താണ് നമ്മുടെ ആ സ്കിന്നിലത്തെ ആ ചൂട് കിട്ടുന്ന അത്രയും വരില്ല എന്നാണ് പറയാ. അപ്പൊ അങ്ങനെ ആ പോകുമ്പോൾ അമ്മയും കുട്ടിയും തമ്മിലുള്ള ഒരു ആത്മബന്ധം ഉണ്ടാവില്ല. അത് എങ്ങനെ ഉണ്ടായാലും അതുപോലെ തന്നെ ഒഴിവാക്കിയിട്ട് ബ്രസ്റ്റിന്റെ നടുക്കായിട്ട് കുട്ടീനെ കിടക്കുന്നത് കുറേ സമയം നമുക്ക് കിടക്കാൻ പറ്റുന്നത് അവരുടെ ശരീരത്തിലെ താപനില കുറയാതിരിക്കാനൊക്കെ സഹായിക്കും. പിന്നെ എന്താണ് സിസേറിയന്റെ കേസ്. സിസേറിയൻ ആണെങ്കിൽ എന്താണ് നമ്മൾക്ക് കുട്ടിയെ പുറത്തെടുത്ത് കഴിഞ്ഞാലും എന്താണ് ആ യൂട്രസ് മുതൽ സ്കിൻ വരെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരാനും പിന്നെ അവർക്ക് എന്താണ് അനസ്തേഷ്യന്റെ ബുദ്ധിമുട്ട് മാറാനൊക്കെ കുറച്ച് സമയം എടുക്കും. അപ്പൊ നമ്മള് സിസേറിയൻ കേസ് ആണെങ്കിൽ 2 മണിക്കൂറാണ് പറയാം. 2 മണിക്കൂറിനുള്ളിലെങ്കിലും കുട്ടിക്ക് പാല് കൊടുക്കണം. അപ്പൊ ഇതാണ് സാധാരണ നമ്മൾ പ്രസവം കഴിഞ്ഞിട്ട് പാല് കൊടുക്കേണ്ട സമയം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ചില കുട്ടികളുണ്ടാവും എന്തെങ്കിലും കാരണവശാല് മാസം തികയാതെ പ്രസവിക്കുന്ന കുട്ടികൾ. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ എന്താണ് അവർക്ക് പാല് വലിച്ചു കുടിക്കാൻ പറ്റിയാണ്. അപ്പൊ നമ്മൾ അതിന്റെ 2-3 ടൈപ്പാക്കി തിരിച്ചിട്ടുണ്ട്. ഒരു 5 മാസത്തിന് വരെ പ്രസവിച്ച കുട്ടികളെ നമ്മൾ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അത്രയ്ക്കും വാമറും ഇൻക്യുബേറ്ററും കൊടുക്കാൻ വരെ സെറ്റപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ. അപ്പൊ നമ്മൾ പറയാം 32 ആഴ്ചയുടെ ഉള്ളിൽ ജനിച്ച കുട്ടികൾ. 32 ആഴ്ച എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 7 മാസമൊക്കെ അങ്ങനെ ജനിച്ച കുട്ടികൾ എന്താണ് അവർക്കൊട്ടും ആരോഗ്യം ഉണ്ടാവില്ല. കാരണം പാല് വലിച്ചു കുടിക്കാനും ഒരു എനർജി കാണാൻ അവർക്ക് അല്ലേ. അപ്പോൾ അത്രയും വലിച്ചു കുടിക്കാത്ത കുട്ടികൾക്ക് അവർ ട്യൂബ് വഴി ട്യൂബ് ഇട്ടിട്ട് അതിൽ കൂടെ നമ്മൾ പാല് കൊടുക്കുക.
ആഴ്ചക്ക് ശേഷം ജനിച്ച കുട്ടികളാണെങ്കിൽ 32 ആഴ്ചക്ക് ശേഷം ജനിച്ച കുട്ടികളാണെങ്കിൽ നമ്മൾ ഗോകർണം ഫീഡിങ് പറയും. ഗോകർണം കണ്ടിട്ടുണ്ടാവില്ലേ, ചെറുതിൽ പശുവിന്റെ ശരീരം അകത്തേക്ക്. അപ്പൊ അത് വാങ്ങിച്ചിട്ട് കയ്യും വൃത്തിയാക്കിയിട്ട് അതിലേക്ക് എക്സ്പോസ് ചെയ്തിട്ട് കുട്ടിക്ക് കൊടുക്കുന്ന രീതിയാണ്. അത് നമ്മൾ പതുക്കെ ശ്രദ്ധിച്ചിട്ട് എന്താണ് കുറേശ്ശെയായിട്ട് കൊടുക്കുകയാണ് ചെയ്യാം. പിന്നെ മാസം കഴിഞ്ഞിട്ട്, അതായത് 36 ആഴ്ച എന്ന് പറയുമ്പോൾ 9 മാസം കഴിക്കും. 9 മാസം കഴിഞ്ഞിട്ട് ജനിച്ച കുട്ടികൾക്ക് സ്വന്തമായിട്ട് അവർക്ക് വലിച്ചു കുടിക്കാൻ പറ്റും പാല്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ സാധാ ഫീഡിംഗ് ആണ് കൊടുക്കുക. ഈ മാസം തികയാത്ത കുട്ടികളെ അവരുടെ എപ്പോഴെങ്കിലും ഇപ്പോൾ ദിവസത്തിലൊരു പ്രാവശ്യമെങ്കിലും എന്താണ് നമ്മൾ വെറുതെ സക്ക് ചെയ്യിപ്പിച്ച് നോക്കും അവർക്ക് വലിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ വല്ലാതെ അവരെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കാനും പറ്റില്ല, അവരെ വലിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. പിന്നെ നമ്മൾ സൂക്ഷിക്കുന്നത് സാധാരണ എങ്ങനെയാണ്, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്ന് അവരുടെ വയറ്റിൽ നിന്ന് പോകുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ ഉള്ളത് യൂറിൻ പാസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ നമ്മളെന്താണ് ലേബർ റൂമിൽ കുട്ടീനെ പുറത്തെടുക്കുന്നതിന് മുന്നേ തന്നെ അവർ ഏകദേശം എല്ലാ ആദ്യത്തെ കാര്യങ്ങളൊക്കെ അസസ് ചെയ്ത് തന്നെയാണ് തരിക. എന്നാലും അവർ ചോദിക്കും വയറ്റിൽ പോകാത്ത കുട്ടികളാണെങ്കിൽ പോയോ എന്നുള്ളത്. നമുക്ക് കുടലിനുണ്ടെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവരത് ചോദിക്കുന്നത്. അപ്പോൾ സാധാരണ ചെറിയ കുട്ടികൾക്ക് ഒരു മിനിമം 2 പ്രാവശ്യമെങ്കിലും വയറ്റിൽ നിന്ന് പോകണം എന്നാണ് പറയാം. പിന്നെ ഉള്ളത് യൂറിൻ പാസ് ചെയ്യുന്നതാണ്. എന്തായാലും 8-9 പ്രാവശ്യം എന്നാണ് കുട്ടികൾ സാധാരണയായിട്ട് പോകും. അത് നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഫീഡിങ്ങിന്റെ കാര്യമാണ്. ഇപ്പോൾ പ്രസവിച്ച ഉടനെ എന്തായാലും കുട്ടികൾ കുറേ സമയം എഫേർട്ട് എടുക്കുന്നവർ വലിച്ചു കുടിക്കില്ല. അപ്പൊ എന്തായാലും ആദ്യത്തെ പ്രസവമാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും എന്താണ് പരിചയക്കുറവുണ്ടാവും. ഇപ്പൊ നമ്മുടെ മുതിർന്ന ആൾക്കാർ, ഇപ്പൊ നമ്മൾ കുറെ ക്ലാസ് കേട്ടിട്ടുണ്ട്, നമുക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ എന്താണ് ആദ്യം പൊസിഷനിലുള്ള ആളുകൾ കടത്തിയിട്ട് തന്നെയാണ് അവരെ ഹെൽപ്പ് ചെയ്യാറുള്ളത് കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അവരുടെ ഹെൽത്തും കൂടി 2 ദിവസം കൊണ്ട് ഓക്കെ ആയിട്ട് വന്നാൽ നമ്മൾ ഇരുത്തി കൊടുക്കാനാണ് പറയുക. കിടന്നിട്ട് പാല് കൊടുക്കുന്നതിനേക്കാളും ചെറിയ കുട്ടികളാകുമ്പോൾ എന്താണ് തരിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് ഇപ്പൊ രാത്രിയൊക്കെ ഫീഡ് ചെയ്യിക്കുമ്പോൾ നമ്മൾ തന്നെ ഉറങ്ങി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ കുട്ടി എന്താണ് അവരും ഉറങ്ങിപ്പോകും പാല് കുടിക്കുന്നതിനെതിരെ. അപ്പൊ വായിൽ കുറെ പാല് ഇട്ടിട്ടുണ്ടെങ്കിൽ അതും എന്താണ് ശ്വാസകോശത്തിൽ കയറിയിട്ട് ബുദ്ധിമുട്ട് വരും. അല്ലെങ്കിൽ എന്താണ് പാല് സൈഡിൽ കൂടി ഒഴുകി ചെവിയിൽ കൂടി ചെവിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഏറ്റവും നല്ലത് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് ഇരുന്ന് കൊടുക്കുകയാണ്. അപ്പൊ ഇരുന്ന് കൊടുക്കുകയാണെങ്കിൽ തന്നെ എന്താണ് നമ്മൾ ഒരു കൈ സപ്പോർട്ട് ചെയ്തിട്ട് പിടിച്ചിട്ട് കൊടുക്കും. ഇപ്പോൾ ജിൻസ് ഇരട്ട കുട്ടികളൊക്കെ ആണെങ്കിൽ എന്താണ് നമുക്ക് 2 സൈഡിലും ഇങ്ങനെ പിടിച്ച് അത് അടിയിൽ തലയാണ് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കാൻ പറ്റും. പിന്നെ എന്താണ് 2 കൈ കൊണ്ട് പിടിച്ചിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ പില്ലോസൊക്കെ കിട്ടും, നമുക്ക് പിടിക്കാൻ തന്നെ ആ പില്ലോ വെച്ചിട്ട് കൈ കൊടുത്തിട്ട് കൊടുക്കാം. അങ്ങനെ കുറെ മാർഗങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഫീഡ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ കഷ്ടപ്പെട്ട് നടുക്ക് വെച്ചിട്ടൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അമ്മമാരാകുമ്പോൾ എന്താണ് ഒരു പ്രസവം കഴിയുമ്പോൾ കൂടുതൽ നമുക്ക് അത് വരിക എന്താണ് നടുവിലാണ് വരിക. അപ്പൊ നമ്മൾ നടു എന്തായാലും സപ്പോർട്ട് കൊടുക്കണം. ഒന്നെങ്കിൽ നമ്മൾ എന്താണ് ചാരിയിരിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് നടു കസേരയാണെങ്കിലും ബെഡിലിരുന്ന് കൊടുക്കുന്നവരാണെങ്കിലും എന്താണ് ഒന്നെങ്കിൽ നല്ലൊരു പില്ലോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാല് വേണ്ടിയിരുന്നിട്ട് നല്ല പൊസിഷനിൽ കൊടുക്കുക. കസേരയാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ കിടന്നൊക്കെ കൊടുക്കണമെങ്കിൽ എന്തായാലും കുട്ടിക്ക് ഒരു 6 മാസമെങ്കിലും കിടന്നു കഴിഞ്ഞിട്ടാണ് നമ്മൾ കിടന്നു കൊടുക്കാൻ പറയാറുള്ളൂ. അല്ലാത്ത കുട്ടികൾക്കൊക്കെ നമ്മൾ ഇരുന്ന് തന്നെ കൊടുക്കുക. പിന്നെ കുട്ടികളുടെ തലയുടെ ഭാഗം ശ്രദ്ധിക്കുക. തല എന്താണ് കുറച്ച് പൊങ്ങിയാണ് ഇരിക്കുന്നത് നോക്കുക. അതുപോലെ തന്നെ എന്താണ് കണ്ണ് മാത്രമല്ല ബാക്കിയുള്ള കറുത്ത ഭാഗം ഏരിയോളാന്ന് പറയും, ആ ഭാഗം കൂടി എന്താണ് കുട്ടിയുടെ വായിൽ വരണം. അല്ലെങ്കിൽ എന്താണ് നമുക്ക് കുറച്ച് നേരം വലിക്കുമ്പോൾ വേദന തുടങ്ങും. അപ്പൊ അങ്ങനെ ആ കറക്റ്റ് ആയിട്ടുള്ള രീതിയിലല്ലേ കുട്ടി കുടിക്കുന്നത് ശ്രദ്ധിക്കുക. അപ്പൊ കുട്ടിക്ക് എന്താണ് സുഖമായിട്ട് വലിച്ചു കുടിക്കാൻ പറ്റും, നമുക്ക് ഇരിക്കുന്നതിന് പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാല് സാധാരണ നമ്മളൊരു സമയം എടുത്തിട്ട് ക്ഷമയോടുകൂടി ചെയ്യേണ്ട കാര്യം ഒരു 10-15 മിനിറ്റെങ്കിലും എന്താണ് പാല് കൊടുക്കാൻ ഇതാക്കാനുള്ളതാണ്. ഇപ്പൊ ചെറിയ കുട്ടികളാകുമ്പോൾ അവർ 2-3 പ്രാവശ്യം വലിച്ചു കഴിഞ്ഞാൽ എന്താണ് അവർ ഉറങ്ങിപ്പോകും. ഓട്ടോമാറ്റിക്കായിട്ട് 2-3 പേര് വലിക്കുമ്പോഴത്തേക്ക് അവർ ക്ഷണിക്കും. അപ്പൊ അവർ കണ്ണടച്ച് തുടങ്ങും. അപ്പോൾ നമ്മൾ അവരുടെ വയറ് നടക്കുമെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ എന്താണ് ഒരു മിനിറ്റൊക്കെ ഏകദേശം നിർന്നിട്ട് പിന്നെ അവരുണർന്ന് കുടിക്കാൻ തുടങ്ങും. പക്ഷെ എന്താണ് അങ്ങനെ ചില കുട്ടികൾ അങ്ങനെ ഉറങ്ങിപ്പോകും. അപ്പൊ അവരെന്താ ഉണർത്തും, ചെവിയിൽ തട്ടി കൊടുക്കുക, കവളത്തോ കാലിലൊക്കെ തട്ടി കൊടുക്കുക, അവർ നീറ്റ് കുടിച്ചോളും. അല്ലാതെ അവർ ഉറങ്ങിപ്പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുപോയി കിടത്തരുത്. ഈ പാലാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഈ പ്രസവിച്ച അന്ന് കിട്ടുന്ന പാലെന്താണ് പ്രസവിച്ച അന്ന് ബ്രസ്റ്റിൽ നിന്ന് വരുന്നത് മഞ്ഞ കളറിലാണ്. വെള്ള കളറിലാണ് ശരിക്കും പാല്, മഞ്ഞ കളറിലാണ് വരിക. അതാണ് ഏറ്റവും മഞ്ഞപ്പാൽ എന്ന് പറയും, കൊളസ്ട്രോൾ. അപ്പോൾ നമ്മൾ ശരിക്കും ആദ്യമൊന്നും അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല അതിന്. പക്ഷെ ഇപ്പൊ എന്താണ് ഇപ്പൊ നമ്മളിപ്പോ ഓരോ കാര്യങ്ങളെക്കുറിച്ച് പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊളസ്ട്രോളിലാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിന്, പ്രോട്ടീന്, എന്താ ആന്റിബോഡികളൊക്കെ അടങ്ങിയിട്ടുള്ളത്. അപ്പൊ ആന്റിബോഡി നമ്മൾ കേട്ടിട്ടുണ്ടാവും. നമുക്ക് എന്താണ് എന്തെങ്കിലും ഒരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ആ ഒരു അണുബാധയ്ക്കെതിരെ പ്രതികരിക്കുന്നത് ആന്റിബോഡികൾ ഉണ്ടാക്കിയിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ പ്രതിരോധശേഷി എത്രയും സ്ട്രോങ് ആണെന്നുള്ളതാണ്. അപ്പൊ ചില ആളുകൾക്കൊക്കെ എന്താണ് വീട്ടിലെല്ലാവർക്കും പനി വന്നാലും ചില ആളുകൾക്ക് വരാത്തത് അവർക്ക് അത്രയും പ്രതിരോധശേഷി ഉള്ളതുകൊണ്ടാണ് ഇത് വരാത്തത്. അപ്പൊ കുട്ടികളുടെ ശരീരത്തിൽ ഇങ്ങനെ നമ്മൾ കൊടുക്കുകയാണ് എല്ലാ സാധനവും. നോർമലായിട്ട് കുറച്ച് കാര്യങ്ങൾ അവരുടെ ശരീരത്തിൽ
ഈ ആന്റിബോഡികളൊക്കെ നല്ല രീതിയിൽ കിട്ടണമെങ്കിൽ എന്താണ് നന്നായിട്ട് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന കുട്ടികൾ മാത്രമാണ് പ്രതിരോധ ശേഷി കൂടുതൽ ഉണ്ടാവുള്ളൂ. അപ്പൊ ആദ്യത്തെ ഒരു 1-2 ദിവസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പാലിന്റെ കളർ ചേഞ്ച് ആവാൻ തുടങ്ങും. അത് പിന്നെ എന്താണ് ട്രാൻസിഷണൽ മിൽക്ക് എന്ന് പറയും. പിന്നെയാണ് അത് മച്ചുവർ മിൽക്കായിട്ട് നല്ല പാലായിട്ട് മാറുന്നത്. ആദ്യത്തെ പാലാണ് എനിക്ക് കൂടുതൽ പോഷകമൂല്യം ഉള്ളത്, അതിന്റെ കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പൊ അത് കഴിഞ്ഞ് എന്താണ് പിന്നെ സാധാ 2-3 ദിവസം കഴിയുമ്പോഴത്തേനും എന്താണ് പാലാവും. ഇപ്പൊ ഒരുവിധ ആളുകൾക്കൊക്കെ പ്രശ്നങ്ങൾ പറയാറുണ്ട്, പാലാവാത്തവരുണ്ടാവും, മരുന്ന് കുടിച്ചിട്ട് ആവാത്തവരൊക്കെ ഉണ്ടാവും. നമ്മൾ സാധാരണ നാട്ടിൻപുറത്ത് നമ്മൾ എന്താണ് മുരിങ്ങയിലൊക്കെ കൂടുതലായിട്ട് കഴിക്കാൻ പറയും. അപ്പൊ അത് കഴിച്ചിട്ടുണ്ടാവാത്ത ആളുകളാണെങ്കിൽ നമുക്ക് ഗുളികകൾ അവൈലബിൾ ആണ്, പ്രോട്ടീൻ പൗഡർ ഒക്കെ ഡോക്ടേഴ്സ് കൊടുക്കും. എന്നാണെങ്കിൽ എന്താണ് സാധാരണ ഒരാഴ്ചക്കുള്ളിലൊക്കെ ഒരുവിധ അമ്മമാർക്കൊക്കെ പിന്നെ പാല് അധികമായ പ്രശ്നങ്ങളാണ് എല്ലാവർക്കും വരാറുള്ളത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പാലിന് 2 തരത്തിലുണ്ട്. ആദ്യം വരുന്ന പാല്, പിന്നെ രണ്ടാമത് വരുന്ന പാല് എന്ന് പറയും. നമുക്കത് മനസ്സിലാക്കാൻ പറ്റില്ല, പക്ഷെ ശരിക്കും പാല് കുടിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ആ ഭാഗത്തുള്ള പാലാണ് കൂടുതലായിട്ട് വരിക. അത് എന്താ നമ്മൾ കുട്ടികൾക്ക് ആദ്യം തോന്നുന്ന വിശപ്പിനേക്കാളും ദാഹമാണ് ഉണ്ടാവുക. അവർ വേഗം പാല് കുടിക്കാതെ വരുന്ന പാല് ശരിക്കും അവരുടെ ചിലവർ ആ ദാഹം മാറിയ അസുഖത്തിൽ അങ്ങനെ ഉറങ്ങും ചെയ്യും. പക്ഷെ ആ ആദ്യത്തെ പാല് കൊണ്ട് ദാഹം മാത്രമേ മാറുള്ളൂ. പിന്നെ കുട്ടി കുടിച്ച് ഏകദേശം 10 മിനിറ്റ് കഴിയുമ്പോഴാണ് പിൻപാൽ എന്ന് പറയും. അതായത് ഹിൻഡ് ആ മിൽക്കാണ് ശരിക്കും കുട്ടിയുടെ വളർച്ചയ്ക്ക്, അതായത് തൂക്കം കൂടാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്താണ് ആ രണ്ടാമത് വരുന്ന പാലിലാണുള്ളത്. അപ്പൊ നമ്മളൊരു 5 മിനിറ്റ് കൊണ്ട് തന്നെ ഫീഡിങ് സ്റ്റോപ്പ് ചെയ്താൽ കുട്ടി വെയിറ്റ് കൂടില്ല. കുട്ടിയുടെ ദാഹം മാത്രമല്ലേ മാറുള്ളൂ, ബാക്കിയുള്ള സംഭവങ്ങൾ പുറകിലായിരിക്കും വരിക. അപ്പൊ നമ്മൾ ഒരു ബ്രസ്റ്റ് തന്നെ മുഴുവനായിട്ട് കുടിപ്പിക്കാൻ ശ്രദ്ധിക്കുക. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് 12 മിനിറ്റ് ഓരോ ശരീരം അനുസരിച്ച് വ്യത്യാസം വരുന്നാലും 10-12 മിനിറ്റ് എങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് എന്താണ് ഒരു ബ്രസ്റ്റിലെ പാല് കൊടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോ അത് കുടിച്ച് കഴിയുമ്പോഴത്തേക്കും കുട്ടി ഉറങ്ങി പോകണമെങ്കിൽ കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ അടുത്തത് കുടിപ്പിച്ചാൽ മതി. കുടിക്കുന്ന സമയത്ത് എന്താണ് ഒരു മാക്സിമം ഒരു 10-15 മിനിറ്റെങ്കിലും എന്താണ് നമ്മൾ പാല് കൊടുക്കാൻ. അവർ ഉറങ്ങിപ്പോയാലും ഇടയ്ക്കിടയ്ക്ക് തോണ്ടി അവർ ഉണരും, അവർ വലിക്കുന്നതിന് ക്ഷീണം കൊണ്ടാണ് ഉറങ്ങിപ്പോകുന്നത്. പിന്നെ ഒരു 4 മാസം കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആവശ്യം വരില്ല. അവർ തന്നെ പിന്നെ കുട്ടികളെ നമ്മൾ മാറ്റി കിടത്തേണ്ട അവസ്ഥയിൽ ഉണ്ടാവാറുള്ളത് കുട്ടി ഉറങ്ങി കഴിക്കുന്നുണ്ടെങ്കിൽ. പിന്നീട് വന്നാൽ നമ്മൾ ഏകദേശം എന്താണ് ഇപ്പോൾ എല്ലാവരും പറയും 6 മാസം വരെ പാല് മാത്രം കൊടുത്താൽ മതി എന്നുള്ളത്. പക്ഷെ ചില ആളുകൾ എന്താണ് ഇപ്പോൾ വീട്ടിൽ പ്രായം കൂടിയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കാണ് നമ്മളെക്കാളും ടെൻഷൻ ഉണ്ടാവുക. ആ കുട്ടി കരഞ്ഞ അപ്പം പറയാൻ വിഷമിട്ടാണ് ആ പാല് കുടിച്ചിട്ട് കുട്ടിക്ക് തികയുന്നുണ്ടാവില്ല, അത് എന്തെങ്കിലും കൊടുക്കാമെന്ന് അവരാണ് കൂടുതൽ ഫോഴ്സ് ചെയ്യുക. പക്ഷെ ശരിക്കും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 6 മാസം എന്ന് നമ്മൾ പറയുന്നത് കുട്ടി നമുക്കൊക്കെ ദഹനേന്ദ്രിയ വ്യവസ്ഥ ഉണ്ട്, വായ മുതൽ എന്താണ് വയറ്റിൽ നിന്ന് പോകുന്നവരെയുള്ളത്. അപ്പൊ ചെറിയ കുട്ടികൾക്ക് മിനിമം 6 മാസം എടുക്കും അവരുടെ ആ കുടലിന്റെ വളർച്ച പൂർണ്ണമാകാൻ വേണ്ടിയിട്ട്. കുടലിന് പൂർണ്ണ വളർച്ച ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ കഴിക്കുന്നൊന്നും ദഹിക്കില്ല. അത് ആ ദഹനേന്ദ്രിയ വ്യവസ്ഥ ഭാഗമാകാനും അതുപോലെ തന്നെ എന്താണ് രോഗപ്രതിരോധ ശേഷി, അതായത് ആന്റിബോഡികളൊക്കെ കിട്ടി ഇപ്പൊ വേണ്ടാത്ത സാധനങ്ങൾ വന്നാലും നമ്മൾ എന്താ ചെയ്യുമെന്നെങ്കിൽ നമ്മൾ ഛർദ്ദിക്കും, അല്ലെങ്കിൽ എന്താണ് ലൂസ് മോഷനായിട്ട് പോകും. അതാണ് ഒരു ഇൻഫെക്ഷൻ ഉണ്ടാവുക. അപ്പൊ അതിനെ കൂടി കുട്ടി ആയാൽ മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിച്ചാൽ ദഹിക്കുള്ളൂ. അപ്പൊ നമ്മൾ വീട്ടിൽ പ്രായമായിട്ടുണ്ടെങ്കിലും പറഞ്ഞു കൊടുക്കുക, അത് കുട്ടിക്ക് ദഹിക്കാനാവണേ ഉള്ളൂ. ഇപ്പൊ മുലപ്പാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഒരു ദ്രാവകാവസ്ഥയിലുള്ളതാണ്. അത് കുട്ടി കുടിച്ചു കഴിഞ്ഞാൽ എന്താണ് അത് ഈസിലി ആയിട്ട് അവർക്ക് ഡൈജസ്റ്റ് ആവും, അവരുടെ വയറ്റിൽ എന്താണ് അത് ദഹിക്കും. കുട്ടി യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് കുട്ടി അടുത്ത കരച്ചിൽ തുടങ്ങും, അവർക്ക് വിശന്നിട്ടുണ്ടാവും. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ഇപ്പൊ എന്ത് ഭക്ഷണമാണെങ്കിലും പുറത്തുനിന്ന് കിട്ടുന്ന നമ്മൾ എന്തൊരു രൂപത്തിലുള്ള ഭക്ഷണം കൊടുത്താലും എന്താണ് അത് ദഹിക്കാൻ കുറേ സമയം എടുക്കും. ചില കുട്ടികൾക്ക് എന്താണ് വയറുവേദനയുള്ള കുട്ടികളുണ്ടാകും, ചില കുട്ടികൾ എന്താണ് ലൂസ് മോഷൻ കാണിക്കും, ചില കുട്ടികൾക്ക് വയറ്റിൽ പോകില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരും. അപ്പൊ ശരിക്കും ആദ്യത്തെ 6 മാസം എന്താണ് നമ്മുടെ മുലപ്പാൽ മാത്രം മതി കുട്ടിയുടെ വിശപ്പ് മാറ്റാൻ വേണ്ടിയിട്ട്. വേറൊരു ഭക്ഷണം എന്താണ് പുറത്തൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് നമ്മൾ മിനിമം എന്താണ് മിനിമം 2 മണിക്കൂർ എന്നാണ് പറയാം. പിന്നെ അല്ലെങ്കിൽ കുട്ടി എപ്പോൾ ഡിമാൻഡ് ചെയ്താലും ഡിമാൻഡ് ഫീഡിങ് ആണ് ശരിക്കും. കുട്ടി എപ്പോൾ ആവശ്യപ്പെടുന്നു അപ്പോൾ പാല് കൊടുക്കണം എന്നുള്ള രീതി ഉണ്ടാവില്ല. കരയാത്ത കുട്ടികളുണ്ടാവും, അവരങ്ങനെ ഉറങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ 2 മണിക്കൂർ നമ്മൾ ഉണർത്തി കൊടുക്കണം എന്നാണ്. 2 മണിക്കൂർ ഇടപെട്ട് നമ്മൾ നിർബന്ധമായിട്ട് കുട്ടീനെ ഉണർത്തിയിട്ട് പാല് കൊടുക്കുക. പിന്നെ അതുപോലെ ചില കുട്ടികളുണ്ടാവും, ഇപ്പൊ നമുക്കൊക്കെ നമ്മുടെ ശരീരത്തിലെ ഷുഗറിന്റെ ലെവൽ കുറഞ്ഞ എന്താണ് ഉണ്ടാവുക, ഷുഗറിന്റെ ലെവൽ കുറഞ്ഞു എന്ന് നമ്മൾ പറയണം. ഷുഗർ കുറഞ്ഞിട്ടുണ്ടാവും എന്ന് നമ്മൾ എന്താ പറയാ, തലകറങ്ങും. അപ്പോൾ ഷുഗർ ആണെങ്കിലും അത് നമ്മൾ ചെക്ക് ചെയ്താൽ മാത്രമേ ശരിക്കും നമ്മൾ അറിയുള്ളൂ, നമ്മൾ പറയാന്ന് മാത്രം. ഷുഗർ ആണെങ്കിലും പ്രഷർ ആണെങ്കിലും കുറഞ്ഞാൽ നമ്മുടെ ശരീരം ആദ്യം കാണിക്കുന്നത് തലകറക്കും അതുപോലെ എന്താണ് ചില ആൾക്കാർ നന്നായിട്ട് വിയർക്കും, അങ്ങനെയൊക്കെ വരും. അപ്പൊ ചില കുട്ടികൾക്കാണെങ്കിൽ നമുക്കാണെങ്കിൽ പറയാം തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ഇരിക്കും. പക്ഷെ ചെറിയ കുട്ടികൾക്ക് പറയാനുള്ള കമ്മ്യൂണിക്കേഷൻ ആയിട്ടില്ല. അവർക്ക് എന്താണെന്ന് അറിയാം, അവർ വേദന തല കറക്കം എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികൾ പെട്ടെന്ന് ഹൈപ്പോയിരിക്കാണ് പോകും. അത് ഷുഗറാണ് കുറയും, പ്രഷർ അവർക്ക് കുറയില്ല, പക്ഷെ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞു പോകും ചെറിയ കുട്ടികളുടെ. അവർക്ക് ആദ്യം കിട്ടുന്ന ഒരു ഷുഗർ എന്ന് പറയുന്നത് പാലിൽ കൂടിയാണ്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾ മിണ്ടാതെ കിടക്കുന്നത് ചില കുട്ടികളൊക്കെ. അപ്പോൾ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ നമുക്ക് എപ്പോഴെപ്പോഴും ചെക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും അവരിങ്ങനെ ഗ്ലൂക്കോസാണ് നമ്മൾ കൊടുക്കുന്നത്
കൊടുക്കാറുള്ളത്. അപ്പൊ ഷുഗറിന്റെ ലെവല് താഴ്ന്നു പോകാതിരിക്കാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ 2 മണിക്കൂർ ഇടവിട്ട് കുട്ടി കരഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടിയെ തട്ടിയോടെ പാല് കൊടുക്കാന്ന് പറയാം. ചെറിയ കുട്ടിയാകുമ്പോഴുള്ള അത്രയും ബുദ്ധിമുട്ട്, ഒരു 3-4 മാസം കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഇഷ്യൂസ് വരില്ല. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ 2 മണിക്കൂർ ഇടവിട്ടിട്ട് നിർബന്ധമായിട്ടും പാല് കൊടുക്കാന്ന് പറയാം. പിന്നെ 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് ചെറുതായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നമ്മളിപ്പോൾ ലോക്കലായിട്ട് നമുക്ക് കിട്ടുന്ന സാധനങ്ങൾ, ഇപ്പോൾ കായപ്പൊടി, ചോറൊക്കെ നമ്മൾ കൊടുക്കുക. അതൊക്കെ എന്താണ് നല്ല രീതിയിൽ ഈ സാധാരണ പശുവിന്റെ പാലിൽ ചേർത്ത് കൊടുക്കരുതെന്നേ പറയുള്ളൂ. അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താണ്, തേങ്ങാപ്പാലാണ് കുറച്ചും കൂടെ നല്ലത്. ഇപ്പൊ നമുക്കൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാവും, കൊടുക്കാൻ ഏറ്റവും നല്ലത്. പശുവിന്റെ പാല് ചില കുട്ടികൾക്ക് അലർജി ഉള്ളവരുണ്ടാവും. പിന്നെ ദഹിക്കാനും ഒരു വയസ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമാണ് ശരിക്കും അത് ദഹിച്ച് വരുള്ളൂ. അവിടെ ഡോക്ടേഴ്സൊക്കെ ആണെങ്കിൽ ഒരു 1.5 വയസ്സിന് ശേഷമാണ് ശരിക്കും നമ്മൾ പാലില് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ പറയണുള്ളൂ. പിന്നെ പാലിന്റെ ഗുണങ്ങളാണ്. ഇപ്പൊ ചെറിയ കുട്ടിയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞു ആന്റിബയോട്ടികൾ ഏറ്റവും കൂടുതൽ ഉള്ളതാണ് പാലിനാണ്. അപ്പൊ കൂടുതൽ പാല് കുടിക്കാൻ കുട്ടികൾക്ക് ഐക്യു എന്ന് പറയുന്നത്, അതായത് ഇന്റലിജന്റ് പേഷ്യൻ. ഇപ്പൊ ഒരാളുടെ എത്രത്തോളം ബുദ്ധി വളർച്ച ഉണ്ട്, ബുദ്ധി വളർച്ചയല്ല, ബുദ്ധിയുടെ ലെവൽ എത്രയെന്നുള്ളൊരു ടെസ്റ്റാണത്. സാധാരണ 140 വരെയാണ് മാക്സിമം. 0 to 140 നമ്മൾ പറയാം. ഈ 120ന്റെ മേലുള്ളവരൊക്കെയാണ് നമ്മൾ ഭയങ്കര ജീനിയസ് ആണെന്നൊക്കെ പറയും. അത്രയും പെട്ടെന്ന് ക്യാൻസർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ. സാധാരണ ഒരാളുടെ ഐക്യു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു 70 മുതൽ 110 വരെയാണ് പറയാം. അതിന്റെ താഴെയുള്ളവരെയാണ് നമ്മൾ എന്താണ് മന്ദബുദ്ധികൾ, ബുദ്ധി കുറവുള്ള ആളുകളുണ്ട്, അവരാണ് ഓരോ ലെവലാക്കി കാണുന്നത്. പക്ഷേ ബ്രസ്റ്റ് ഫീഡിങ് കൂടുതലായിട്ട് കിട്ടിയ കുട്ടികൾക്കൊക്കെ സാധാരണ കിട്ടാത്ത കുട്ടികളെക്കാളും 10 ഐക്യു കൂടുതലാണ് കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താണ് രോഗപ്രതിരോധ ശേഷി, മറ്റുള്ള അസുഖങ്ങളെ ചെറുക്കാനുള്ള കഴിവ്, അങ്ങനെയുള്ള എന്താണ് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ ലാക്ടോജനൊക്കെ വാങ്ങി കൊടുക്കുന്ന അവർക്ക് അറിയാം. സാധാരണ നല്ലൊരു ഇത് കിട്ടണമെങ്കിൽ ഒരു 500-1000 റേഞ്ചിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ്. പിന്നെ അതുപോലെ അതൊരു പാക്കറ്റ് വാങ്ങിച്ചാൽ നമുക്ക് മാക്സിമം ഒരാഴ്ചക്കൊക്കെ എത്തുള്ളൂ. സാമ്പത്തികമായിട്ട് നമുക്ക് കുറച്ച് ആവറേജ് ഫാമിലിയൊക്കെ ആണെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് അമ്മയ്ക്ക് നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. ആ ഒരു ഫീഡിങ്ങിന്റെ ഒരു ഗുണമായിട്ട് നമുക്ക് കാണുന്നത്. ഇപ്പോൾ അമ്മയ്ക്കാണെങ്കിലും കൂടുതൽ ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് എന്താണ് സെനാർബുദം കേട്ടിട്ടുണ്ടാവും, ബ്രസ്റ്റ് ക്യാൻസർ, അതുപോലെ അണ്ടാശയത്തിൽ വരുന്ന ക്യാൻസറുകൾ, അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ എന്താണ് വരാൻ സാധ്യത കുറവാണ്. പിന്നെ അതുപോലെ എന്താ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നമ്മളൊരു ഗർഭിണിയാവുന്ന സമയത്ത്, നമ്മുടെ അല്ലാത്ത സമയത്ത് നമുക്ക് ശരിക്കും നമ്മുടെ ഗർഭപാത്രം ഫീൽ ചെയ്യാനൊന്നും പറ്റില്ല. അത്രയും ഒരു വലിപ്പമുള്ള ഒരു അവയവമാണത്. ഇപ്പോൾ കുട്ടി ഗ്രോത്ത് ആവുന്നതിനനുസരിച്ച് എന്താണ് ഗർഭപാത്രത്തിന്റെ വളർച്ച വലുതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുട്ടിയുടെ ഡെലിവറി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചുരുങ്ങി വരും. അപ്പൊ ശരിക്കും അത് ചുരുങ്ങി കഴിഞ്ഞാൽ പഴയ സ്റ്റേജിലേക്ക് പോയിട്ടില്ലെങ്കിൽ എന്താണ് അങ്ങനെ ബ്ലീഡിങ് കൂടുതലായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ബ്ലീഡിങ്, വയറുവേദന, അങ്ങനത്തെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടീനെ പെട്ടെന്ന് ഫീൽ ചെയ്യുന്നതിനാ ചില നമുക്ക് ഓക്സിറ്റോസിൻ, റിലാക്സിൻ എന്നൊക്കെ പറഞ്ഞ കുറേ ഹോർമോണുകളുണ്ട് നമ്മുടെ ശരീരത്തിൽ. ആ ഹോർമോണുകളുടെ ഉൽപ്പാദനം കൂടിയ മാത്രമാണ് യൂട്രസ് കൺട്രാക്ട് ചുരുങ്ങിയിട്ട് ആദ്യത്തെ ആ ലെവലിലേക്ക് പോകുള്ളൂ. അപ്പൊ എന്താണ് ഗർഭപാത്രം ചുരുങ്ങി ബ്ലീഡിംഗ് ഒക്കെ കുറയ്ക്കാനും അടുത്തൊരു ഗർഭധാരണം ഉണ്ടാവാതിരിക്കാനൊക്കെ എന്താണ് കുട്ടീനെ പാല് കൊടുക്കുന്നത് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ എന്താണ് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മാസം റെസ്റ്റാണ്. നമ്മൾ കുറേ ഫുഡും റെസ്റ്റുമായിട്ട് കൂടുകയാണ് ചെയ്യുക. അപ്പൊ ഏത് തടിയില്ലാത്ത ആളാണെങ്കിൽ എന്താണ് അത് കഴിയുമ്പോഴത്തേനും ഒരു ലെവലായിട്ടുണ്ടാവും. അപ്പോൾ കുട്ടീനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന വഴി നമ്മുടെ ശരീരത്തിൽ കിട്ടുന്ന ഊർജ്ജത്തിന്റെ ഒരു ഭാഗമാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ഓവർ വെയിറ്റ് കൂടാതിരിക്കാൻ എന്താണ് ഫീഡിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ നമുക്ക് പകരം വേറെ സാധനങ്ങളൊന്നും കുട്ടിക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ ബ്രസ്റ്റ് മിൽക്ക് പറഞ്ഞാൽ നമ്മൾ സാധാ ഒരു ടെമ്പറേച്ചറിൽ, റൂമിലത്തെ ടെമ്പറേച്ചറിൽ എന്ന് പറഞ്ഞാൽ നല്ല വൃത്തിയുള്ള ഒരു പാത്രത്തിൽ നമ്മളത് പിഴിഞ്ഞ് വെക്കുകയാണെങ്കിൽ 6 മണിക്കൂർ വരെ കേട് കൂടാതിരിക്കും. നമ്മളിപ്പോൾ എങ്ങനെയും പുറത്ത് പോവുകയാണെങ്കിൽ കുട്ടീനെ കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ നമുക്ക് എന്താണ് വീട്ടിലുള്ള സ്റ്റീൽ പാത്രം തന്നെ നന്നായിട്ട് ഒരു 5 മിനിറ്റൊക്കെ തിളപ്പിച്ചിട്ട് ആ പാത്രത്തിലേക്ക് നമുക്ക് പാല് പിഴിഞ്ഞ് വെച്ചിട്ട് പോകാൻ പറ്റും. ഒരു 6 മണിക്കൂർ വരെ എന്താണ് അത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നും വരില്ല. നമുക്ക് കൊടുക്കാൻ പറ്റും കുട്ടിക്ക്. ഇനി അല്ലാണ്ട് ഇപ്പോൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഫ്രിഡ്ജിന്റെ ഡോർ ഉണ്ടാവുമല്ലോ, ഡോറിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് 6 ദിവസം വരെ കേട് കൂടാതിരിക്കുന്നതാണ്. മാക്സിമം നമുക്ക് 6 ദിവസം വരെ ഡോറിൽ വെച്ചാൽ മതി. ഫ്രീസറിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് 6 മാസം വരെ പച്ചക്കറിക്ക് സ്റ്റോറേജ് ചെയ്ത് തരാൻ പറ്റും. ബ്ലഡ് ബാങ്കുകളൊക്കെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അതുപോലെ എന്താണ് ബ്രസ്റ്റ് മിൽക്കിന് വേണ്ടി തന്നെ ബാങ്കുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ നാട്ടിലേക്കൊന്നും വന്നിട്ടില്ല. നമ്മൾ പുറത്തൊക്കെ എന്താണ് ബ്രസ്റ്റ് മിൽക്ക് ബാങ്ക് എന്നുള്ള പേരിൽ തന്നെ. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ അമ്മമാർ മരിച്ചുപോയ കുട്ടികൾ, അതുപോലെ ക്യാൻസറുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും, അവരെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നവർ, പിന്നെ എന്താണ് റേഡിയേഷൻ ചെയ്യുന്നവർ, പിന്നെ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചില ആളുകളുണ്ട് വേറെ ഇതൊന്നും പറ്റില്ല. ബ്രസ്റ്റ് മിൽക്ക് തന്നെ ഇപ്പോൾ ആരുടെ ബ്രസ്റ്റ് മിൽക്ക് ആയാലും കൊടുക്കുന്നുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ എന്താണ് ഇങ്ങനത്തെ ബ്രസ്റ്റ് മിൽക്ക് ബാങ്കുകളൊക്കെ പ്രയോജനപ്പെടുന്നതാണ്. പിന്നെ
പാല് കൊടുക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ കുട്ടികളുടെ കേസിൽ വായിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അന്നനാളെ ആ പാല് പോകുന്ന വഴിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള കുട്ടികളുണ്ടാവും, ജനിക്കുന്നതിന്റെ പ്രശ്നങ്ങൾ, അങ്ങനത്തെ കുട്ടികൾക്കാണ് പാല് കൊടുക്കാൻ പറ്റാത്തത്. പിന്നെ അപൂർവ ചില കുട്ടികൾക്ക് എന്താണ് പാല് ദഹിക്കാത്ത അവസ്ഥയുള്ള കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികൾ ഒഴികെ എന്താണ് ബാക്കി എല്ലാ കുട്ടികൾക്കും പാല് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അമ്മയ്ക്കാണെങ്കിലും കുട്ടിക്കാണെങ്കിലും എന്താണ് പ്രത്യേകിച്ച് ദോഷമൊന്നും ഇല്ലാത്തൊരു ഔഷധമാണ് നമ്മൾ ഫീഡിങ്ങിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ നമ്മളെന്താണ് മിനിമം 2 വയസ്സ് വരെയെങ്കിലും കറക്റ്റായിട്ട് പാല് കൊടുക്കുക. അല്ലാതെ ഒരു 6 മാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വേറെ എന്തെങ്കിലും ഫുഡ് കൊടുക്കണമെങ്കിലും ഫീഡിങ് പറ്റി ഒഴിവാക്കാൻ